ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 6-ാമത്തെ അധ്യായത്തിലെ 5 മുതൽ 8 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകം 9. സുഹൃന്മിത്രാരുദാസീനമധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യത്തെ. അന്വയം: സുഹൃത്, മിത്ര, അരി, ഉദാസീന, മധ്യസ്ഥ, ദ്വേഷ്യ, ബന്ധുഷു. സുഹൃത്ത്, മിത്രം, ശത്രു, ഉദാസീനൻ, മധ്യസ്ഥൻ, ദ്വേഷ്യൻ, ബന്ധു ഇവരിലും, സാധുഷു അപി പാപേഷു ച സജ്ജനങ്ങളിലും പാപികളിലും, സമബുദ്ധി വിശിഷ്യത്തെ സമബുദ്ധിയുള്ളവൻ വിശിഷ്ടനാകുന്നു. അതായത് സുഹൃത്ത്, മിത്രം, ശത്രു, ഉദാസീനൻ, ദ്വേഷത്തിന് അല്ലെങ്കിൽ വെറുപ്പിന് വിധേയൻ, ബന്ധു എന്നിവരിലും, പുണ്യവാന്മാരിലും പാപികളിലും സമബുദ്ധിയുള്ളവൻ വിശിഷ്ടനാകുന്നു. ജഡവസ്തുക്കളിൽ എന്ന പോലെ സഹജീവികളിലും യോഗാരൂഢൻ സമബുദ്ധി പുലർത്തുന്നു എന്ന് സാരം. സുഹൃത്ത് എന്നാൽ ദയ, സ്നേഹം, വാത്സല്യം, സൗഹൃദം ഒക്കെയുള്ള മനസ്സിനുടമയെന്നും, മിത്രമെന്നാൽ സ്നേഹിതൻ, കൂട്ടുകാരൻ എന്നുമാണ് അർത്ഥം. കൂടാതെ സൗഹൃദം, മിത്രത, ശത്രുത, ഉദാസീനത, ദ്വേഷം, ബന്ധുത്വം ഇവയെല്ലാം ഒരുവനിൽ ഉണ്ടായേക്കാവുന്ന മനോഭാവങ്ങളാണെന്ന് മനസ്സിലാക്കുമല്ലോ. ഇനി ശ്ലോകം 10. യോഗീ യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിത ഏകാകീയത ചിത്താത്മാ നിരാശീരപരിഗ്രഹ. അന്വയം: യോഗി രഹസി ഏകാകി സ്ഥിതഃ. യോഗാരൂഢൻ വിജനതയിൽ ഒറ്റയ്ക്കിരുന്ന് യഥചിത്താത്മാ അന്ധകരണത്തെയും ഇന്ദ്രിയാദികളെയും അടക്കിയവനും, നിരാശി അപരിഗ്രഹ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചവനും, ഒന്നും തനിക്കായി കരുതി വയ്ക്കാത്തവനും ആയി, സതതം ആത്മാനം യുഞ്ജീത എപ്പോഴും മനസ്സിനെ ആത്മാവിൽ യോജിപ്പിച്ച് നിർത്തണം. അതായത് ധ്യാനയോഗി വിജനമായ സ്ഥലത്ത് തനിയെ ഇരുന്ന് അന്ധക്കരണത്തെയും ഇന്ദ്രിയാദികളെയും അടക്കി ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് തൻ്റേതായി അല്ലെങ്കിൽ തനിക്കായി ഒന്നും ശേഖരിച്ചു വയ്ക്കാത്തവനായി എപ്പോഴും തൻ്റെ മനസ്സിനെ ആത്മാവിൽ യോജിപ്പിച്ചു നിർത്തണം. സമാധിയെ ശീലിക്കണമെന്ന് താത്പര്യം. ഇനി ആശയപൂർത്തിക്ക് വേണ്ടി 11ഉം 12ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മന നാത്യുച്ഛ്രിതം നാതിനീചം ചൈലാജിനകുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യതചിത്തേന്ദ്രിയക്രിയ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ. അന്വയം: ശുചൗ ദേശേ ശുദ്ധമായ സ്ഥലത്ത്, ന അത്യുച്ഛ്രിതം ന അതിനീചം അധികം ഉയർന്നോ അധികം താഴ്ന്നോ അല്ലാതെ, ചൈലാജിന കുശോത്തരം വസ്ത്രവും അതിൽ മാൻതോലും അതിനടിയിൽ ദർഭപുല്ലും വിരിച്ച്, സ്ഥിരം ആത്മനഃ ആസനം പ്രതിഷ്ഠാപ്യ ഇളക്കമില്ലാത്തതായ തൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ച്, തത്ര ആസനെ ഉപവിശ്യ ആ ആസനത്തിൽ ഇരുന്ന്, മനഃ ഏകാഗ്രം കൃത്വ മനസ്സിനെ ഏകാഗ്രമാക്കി, യഥചിത്തേന്ദ്രിയക്രിയ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തികളെ നിയന്ത്രിച്ചുകൊണ്ട്, ആത്മവിശുദ്ധയെ യോഗം യുഞ്ജ്യാത് ആത്മവിശുദ്ധിക്കായി യോഗത്തെ യോജിപ്പിക്കണം, അതായത് ധ്യാനിക്കണം. അതായത്
പരിശുദ്ധമായ സ്ഥലത്ത് അധികം ഉയരമോ അധികം താഴ്ചയോ വരാത്ത വിധം ദർഭ, മാൻതോൽ, വസ്ത്രം ഇവ യഥാക്രമം വിരിച്ച് ഇളക്കമില്ലാത്ത വിധം ആസനം ഉറപ്പിച്ചിട്ട് ആ ആസനത്തിലിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ആത്മവിശുദ്ധിക്കായി യോഗി ധ്യാനം അഭ്യസിക്കണം. യോഗിയുടെ ധ്യാന രീതിയെക്കുറിച്ച് വളരെയധികം വിശദമായി ഭഗവാൻ പറയുന്നത് തുടർന്നുള്ള ലക്കങ്ങളിൽ കേൾക്കാം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.